നാളെ രാവിലെ 6 മണിക്ക് കൂലി മൂവി റിലീസാണ്. രജനീകാന്ത്, ലോകേഷ് കനകരാജ്, ആമിർ ഖാൻ, നാഗാർജുന കിനിനി, സൗബിൻ, ഉപേന്ദ്ര, വലിയ സ്റ്റാർ കാസ്റ്റാണ് പടത്തിനകത്തുള്ളത്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബിക്കോസ് ഐ എം എ ഡൈ ഹാർട്ട് തലൈവർ ഫാൻ, രജനീകാന്ത് ഫാൻ. അപ്പോൾ ഒരു കോൺട്രവേഴ്സി കൂട്ടത്തിൽ ഇങ്ങനെ തലപൊക്കി വരുന്നുണ്ട്. കുറേ പേര് എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ മമ്മൂട്ടി കഷണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്തൊരുത്തരല്ലേ, നീ രജനീകാന്ത് ഡൈ ഹാർട്ട് ഫാൻ ആയതുകൊണ്ടാണോ നീ വീഡിയോ മുക്കി കളഞ്ഞേ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ബോഡി ഷെയ്മിങ്ങിൻ്റെ കേസ് ആര് പറഞ്ഞാലും അതിന് ഞാൻ സംസാരിക്കും. ഓക്കെ, ബിക്കോസ് ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ആസ്പെക്ട്സിലും. നമുക്ക് ഈ ബോഡി ഷെയ്മിങ് സംഗതി അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. എല്ലാവരും ലൈഫിൽ ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൗബിനെ കഷണ്ടിയുള്ളയാൾ, ആമിർ ഖാനെ ഉയരം കുറഞ്ഞയാൾ എന്ന് വിശേഷിപ്പിച്ചു രജനീകാന്തിനെതിരെ രൂക്ഷ വിമർശനം. അപ്പോൾ കൂലി അൺലീഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കൂലിയുടെ പ്രീ റിലീസ് ഇവൻറ്റിൽ രജനീകാന്ത് സംസാരിച്ച സമയത്താണ് അങ്ങേര് ഈ ബോഡി ഷേമിങ് കൈൻഡ് ഓഫ് അല്ല, ഒരു സാധനം അടിച്ചു വിട്ടത്. നമുക്ക് ആദ്യം എന്താണ് രജനീകാന്ത് പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഞാനത് വീഡിയോയിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നില്ല, ചിലപ്പോൾ സൂററ്റ് ഹെവി അത് അടിച്ച് തരും, അതുകൊണ്ട് ഞാനിത് നൈസായിട്ട് ടാബിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കാണും ചെയ്യാം, അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കും ചെയ്യാം. അതിന് മുന്നേ AC ഒന്ന് ഓഫ് ആകട്ടെ, അല്ലെങ്കിൽ ഒട്ടുക്കത്തെ സൗണ്ട് ആയിരിക്കും. ഓക്കെ, ரொம்ப பிடிச்சிருந்தது, ரொம்ப நல்லா இருந்தது. அதுக்கப்புறம் என்னங்க இது காஸ்டிங் எப்படி, இவ்வளோ கேரக்டருக்கு எப்படி இது அப்படின்னு சொல்லி வரும்போது, சார் நான் அது மைண்டில் வச்சு தான் வந்திருக்கேன். அதில் ஒரு இம்பார்ட்டன்ட் கேரக்டர் வந்துங்க, ரொம்ப ரொம்ப சூப்பர் கேரக்டர். அது யார் பண்ணுறாங்க அப்படின்னா, நான் சொன்னேன் யார் புதுசாக நாம் 2 பேரும் மைண்டில் வச்சுருந்தோம். அந்த ஆர்டிஸ்ட் அவர் லாஸ்ட் படத்தில் ஆக்ட் பண்ணியிருந்தார், என்னுடைய படத்துலேயே பண்ணியிருந்தார். ஸோ ஓகே, பகத் பாஸ் இல்லைங்க, சரி பண்ணியிருக்காரு, ரொம்ப பிஸி, வேறு யார் பண்ண இதாகும், இந்த கேரக்டர் கிளிக் ஆகலைன்னு சொன்னால் அவ்வளோதான். ഓക്കെ, ഇതിൽ ഇപ്പം പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആര് ചെയ്യുന്നുള്ളതൊക്കെ ഇങ്ങനെ അവർ ചിന്തിച്ചു. അപ്പോൾ ഫഹദ് ഫാസിലാണ് മനസ്സിൽ വന്നത്. ഫഹദ് ഫാസിൽ ഓൾറെഡി ഇങ്ങനെയുടെ കൂടെ ചെയ്തതാണ് ഒരു പടം. ആൻഡ് ലോകേഷിൻ്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ ഫഫ. അപ്പോൾ ഫഫ വേണോ എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് സൗബിനെയും കൊണ്ട് നമ്മുടെ ലോകേഷ് കനകരാജ്, അതാണ് കാസ്റ്റ്, സൗബിനാണ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് രജനീകാന്തിൻ്റെ അടുത്ത് പോകുന്നത്. ഓൾറെഡി മഞ്ഞുമൽ ബോയ്സൊക്കെ തമിഴിൽ മാസീവ് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ, അറിയാലോ നമുക്ക്. അപ്പോൾ സൗബിന് അത്യാവശ്യം ഒരു ഫേസ് റെക്കഗ്നീഷൻ തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ കാണും. ഓക്കെ, പിന്നെ ലോകേഷ് കനകരാജ് ഒരു നടനെ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസീവ് ടാലൻ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇല്ലാതെ അയാൾ ചുമ്മാ ഒരാളെ പിടിച്ച് ഇടൂല. ഓക്കെ, കാരണം അയാളുടെ സ്ക്രിപ്റ്റുകളിൽ അയാൾ പറയുന്ന വേഷത്തിൽ വെച്ച് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിപ്പെട്ട പരിപാടി എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ സൗബിൻ, മനസ്സിലായ, ലോകേഷിൻ്റെ പിക്ക് പൊളിക്കും. നാളെ പടം ഇറങ്ങുമ്പോൾ കാണാം നമുക്ക് ആരടിച്ച് നമർത്തി. എനിക്ക് സൗബിനിൽ നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. ഓക്കെ, ആൻഡ് മോണിക്ക ഡാൻസിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ട്രെയിലറിൽ നമ്മൾ സൗബിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ കണ്ടതാണ്. മലയാളത്തിൽ തന്നെ ഈ അടുത്ത് തമിഴിൽ പോയിട്ട് കിടുക്കിയ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. സോ സൗബിൻ പൊളിക്കും തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്താണ് ഈ രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ഈ ക്യാരക്ടറിൻ്റെ, അതായത് സൗബിൻ നാളെ ചെയ്ത പടത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ആദ്യം പറഞ്ഞു. ഫാഫയ്ക്ക് വെച്ച റോള്, അല്ലെങ്കിൽ ഫാഫേനെ കൊണ്ട് ചെയ്യിക്കാൻ വെച്ച റോള് ലോകേഷാണ് സൗബിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ലോകേഷ് സൗബിനാണെന്ന് പറഞ്ഞ് സൗബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൗബിനെ കണ്ടപാടെ തോന്നിയൊരു കാര്യത്തിനകത്താണ് ഇങ്ങനെ ഈ ബോഡി ഷെയ്മിങ് എലമെൻ്റ് എടുത്തിട്ടത്. கொஞ்சம் டைம் கொடுங்கன்னு சொல்லிட்டு கூப்பிட்டு இருந்தாங்க. கூட்டிட்டு நான் பார்த்தா என்னங்க இது, எந்த படத்தில் ஆக்ட் பண்ணிருக்காங்க, மஞ்சுமல் பாய்ஸ். அது பார்த்தா இன்னும் இது பால்ட் ஆகிட்டு நம்ம வேலை டிஸ்டிங் இதாக இருக்குது, இவர் எப்படி கேரக்டர் பண்ணுறாங்கன்னு சொன்னால் சொல்கிறாங்க, சார் சூப்பர் ஆர்டிஸ்ட் சார் அவர், நீங்கள் ஜஸ்ட்டு இல்லை எனக்கு கொஞ்சம் டைம் 100% நல்லா இருக்கும் அப்படின்னு சொன்ன உடனே எனக்கு கொஞ்சம் கூட நம்பிக்கை இல்லை. சரிங்க, அவர் அவ்வளோ கான்ஃபிடண்ட்டாக சொல்லும்போது நான் அவனும் அதுக்கப்புறம் இன்னொரு கேரக்டர். ഓക്കെ, അപ്പോൾ രജനീകാന്തിന് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായില്ല ആ ക്യാരക്ടർ സൗബിനിലേക്ക് ലോകേഷ് വെച്ച സമയത്ത് എന്നുള്ളതാണ് രജനീകാന്ത് പറയുന്നത്. പിന്നെ ഒന്നും ആ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ
ആ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സൗബിൻ്റെ ഒരു ആക്ടിങ്ങിനെ കുറിച്ചോ ഒരു അക്ഷരം ഇവിടെ രജനീകാന്ത് മിണ്ടിയിട്ടില്ല. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തലൈവർ ഫാൻ, രജനീകാന്ത് ഫാൻ, ഞാൻ ഓരോ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെ ജയിലറാണെങ്കിലും അങ്ങനെ ഓരോ പടത്തിൻ്റെ സ്പീച്ചിനകത്ത് ഓരോ സാധനങ്ങൾ കാണും. യൂഷ്വലി വിജയ് ഈ സൂപ്പർ സ്റ്റാർ വേഴ്സസ് തളപതി സാധനമാണ്, വിജയ് വേഴ്സസ് രജനീകാന്ത് സാധനങ്ങളാണ് എക്സ്പെക്റ്റഡ് ആയിട്ട് സ്പീച്ചിനകത്തുള്ളത്. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് സൗബിന് ബാക്കിയുള്ളവരെ കുറിച്ച്, ഉപേന്ദ്രനെ കുറിച്ചാണെങ്കിലും നാഗാർജുനനെ കുറിച്ചാണെങ്കിലും സത്യരാജിനെ കുറിച്ചാണെങ്കിലും ലോകേഷിനെ കുറിച്ചാണെങ്കിലും അനിരുദ്ധിനെ കുറിച്ചാണെങ്കിലും അമീർ ഖാനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ വായ്ത്തോരാതെ സംസാരിച്ചിട്ടുണ്ട്. അത്രത്തോളം ലെഗസി ഒന്നും സൗബിന് അവകാശപ്പെടാനില്ല. കാരണം ചെറിയ ഒരു എന്താ പറയുക ടൈമായിട്ടുള്ള സിനിമയിൽ വന്നിട്ട് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഓക്കെ, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂ കമ്മർ കൈൻഡ് ഓഫ് സ്റ്റേജിൽ തന്നെയാണ് സൗബിൻ എന്നുള്ളതാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർ വർഷങ്ങളായി, കുറേ കാലമായി സൗബിൻ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ. ആക്ടറിൻ്റെ മുന്നേ തന്നെ അങ്ങേര് ബിഹൈൻഡ് ദ സീൻസ് പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇനി ആക്ടറായിട്ട് നോക്കിയാലും ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്, ഇനി ഇത് എടുത്ത് വെച്ച് കമൻറ്റ് ബോക്സിൽ പറയേണ്ട നിങ്ങൾ സൗബിനെ ഞാൻ മറ്റേ ചെറുതാക്കി, ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഈ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന, പിന്നെ ഇയാൾ ഉപേന്ദ്ര, ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ജൂനിയറാണ്. അപ്പോൾ അങ്ങനെ ഒരു നടനായതുകൊണ്ടാണോ ഒന്നും പറയാതെ പോയത്, അതോ നാളെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഒന്നും പറയാതെ പോയത്? കാരണം ഇങ്ങനെ പറഞ്ഞു വെച്ചൊരു സാധനം തുടക്കത്തിലെ ഒരു മൈൽഡായിട്ടാണ് പറഞ്ഞത്, എന്നെപ്പോലെ ബോൾഡ് തലമുട്ടയായിട്ട് അല്ലെങ്കിൽ കഷണ്ടിയായിട്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എന്ത് ചെയ്യാനാ, ഇയാൾ എന്ത് ചെയ്യാനാന്ന് പറയുമ്പോൾ ലോകേഷിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, ലോകേഷിൻ്റെ കോൺഫിഡൻസ് ആണെന്നാണ് പറഞ്ഞത്. ഡെഫിനറ്റ്ലി ഒരു ബോഡി ഷേമിങ് തന്നെയാണ്. ഓക്കെ, ഞാൻ ആ നടനെ അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ ഇരുത്തിയും കൊണ്ട് ഇപ്പം ഞാനും അങ്ങനെ നീയും അങ്ങനെയാന്ന് പറയുമ്പോൾ ബേസിക്കലി സ്വയം ഷെയിം ചെയ്ത് ബാക്കിയുള്ളവരും ഷെയിം ചെയ്യുക എന്നുള്ളൊരു സാധനം തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും, ഞാൻ എത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞത് ഒരിക്കലും നമുക്ക് എൻഡോസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻഡോസ് ചെയ്യാൻ പറ്റില്ല പേഴ്സണലി. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ കാര്യമൊക്കെ അട്ടർ ബുൾഷിറ്റ് എന്നേ പറയാനുള്ളൂ. അതിന് രജനീകാന്ത് അല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഒരാൾക്കത് ഹേർട്ട് ആവുന്നൊരു കാര്യം തന്നെയാണ്. അയാളെ മുന്നിൽ ഇരുത്തിയും കൊണ്ട് അയാളെ പടത്തിൽ അഭിനയിച്ച് അയാളുടെ അഭിനയം എന്താന്ന് പറയാതെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അവിടെ നിന്നിട്ട് അയാളെ വന്നതും അയാളെ കൊണ്ടുവന്നതും അയാൾ ലോകേഷ് ഇങ്ങനെ കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രം പറയുമ്പോൾ അയാളുടെ അഭിനയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാൾ എങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല. ബാക്കിയുള്ളവരെ കുറിച്ച് ആയതൊരാൾ സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ എത്രയും ഞാൻ പറഞ്ഞു, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് പറയേണ്ടെന്നുള്ള സ്കീമിന് ഇങ്ങനെ മുണ്ടാതെ വിട്ടതാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും കാര്യമായിട്ടൊന്നും സൗബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ല. ഇനി വേറെ ഇൻ്റർവ്യൂവിൽ വേറെ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ട സമയത്ത് എനിക്കിതൊരു ഓക്കെ, ഒരു ബാഡ് അടിച്ചടേ സീരിയസ്ലി. ഇനിയിപ്പോൾ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന നമ്മൾ ഡൈ ഹാർഡ് ഫാനാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് എൻഡോസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഓക്കെ, ഞാൻ എസ്പെഷ്യലി സൗബിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ എത്ര വേഴ്സറ്റൈലാണ് ബ്രില്യൻ്റ് എന്നുള്ളത് നമ്മൾ പല പടങ്ങളിലായിട്ട് കണ്ടിട്ടുള്ളത്. നാളെ കൂലിയിലും അങ്ങേര് തകർക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇനി മറ്റേ അമീർ ഖാനെ കുറിച്ച് പറഞ്ഞതും ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് സാധനമാണ്. അതായത് ബോളിവുഡിൽ ഷാറുഖ് ഖാൻ ഉണ്ട്, അമീർ ഖാൻ ഉണ്ട്, അപ്പുറത്ത് നോക്കുമ്പോൾ കുള്ളമ്മ നിന്നുകൊണ്ട് ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് വെച്ചിട്ടാണ് ഇങ്ങേര് ബാക്കി ഖാൻമാരും ഇങ്ങേരെയും വെച്ചിട്ടൊരു സാധനം അടിച്ചു വിട്ടു അമീർ ഖാൻ്റെ കാര്യത്തിൽ. മേ ബി ഇപ്പോൾ മമ്മൂട്ടീൻ്റെ വിഷയം വന്നപ്പോൾ കുറേ പേര് പറഞ്ഞ പോലെ വയസ്സായില്ലേ അവരെ കാലഘട്ടത്തിലുള്ള പോലെ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നോക്കുന്ന സമയത്ത് കേട്ടാൽ ആളുകൾ റിയാക്ട് ചെയ്യും. അവരവരുടെ എന്താ പറയുക ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു എന്താ പറയുക സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരാളെ ഹൈറ്റോ നിറോ അല്ല അപ്പിയറൻസോ വെച്ചിട്ട് അയാളെ ജഡ്ജ് ചെയ്യുന്നതോ അയാളെ പറയുന്നതോ ഒക്കെ ഇപ്പോൾ റോങ് ആണ്. ഓക്കെ, അതിനിപ്പോൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അത് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് എ ഗുഡ് തിങ്. അങ്ങനെ മാറ്റം വരും, എന്നാൽ മാറില്ല. ഏജായ ആളുകൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എത്ര അപ്പം എന്നാൽ അവർക്ക് ലൈസൻസ് കൊടുത്തു അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സോ അത് അക്സെപ്റ്റ് ആയില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ സംഗതികൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഈ സംഗതി പുറത്ത് വന്നതോട് കൂടിയിട്ട് സൗബിൻ പണ്ട് നമ്മളെ രോമാഞ്ചം സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്ത ടൈമിൽ അതിൽ അഭിനയിച്ചൊരു പയ്യനെ കുറിച്ച് പറഞ്ഞൊരു സാധനം തിരിച്ച് രജനി ഫാൻസ് ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ച് സിനിമാ പേജുകളിലും സൗബിന് കർമ്മയാണ് തിരിച്ചു കിട്ടിയത്. സൗബിന് അന്ന് ആ ചെക്കനെ പറഞ്ഞതിന് ഇപ്പോൾ രജനികാന്തിന് തിരിച്ചു കിട്ടി എന്നുള്ളൊരു സാധനം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹൊറർ പേടിച്ചാവൂലേ? അപ്പൊ എല്ലാ പ്രായക്കാർക്കും ശരിക്കും ഈ പടത്തില് ഈ പറയുന്ന ലുക്ക് വെച്ചിട്ട് ആരായിരിക്കും പ്രേതം? ഇതിനകത്തുണ്ട്, ആ പ്രേതം ഇതിനകത്തുണ്ട്.
നത്താണ് ആ ഓക്കെ, അപ്പൊ ഇതാണ് ആ വീഡിയോ. ഇതിനകത്ത് ആ പയ്യന് അവന്റെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്ത് ഒരുമാതിരി. ഇപ്പൊ പ്രേതം എന്ന് പറയുമ്പോൾ നമ്മളെന്താ, നമ്മുടെ മനസ്സിലെന്താ പ്രേതം എന്ന് പറയുമ്പോൾ ഭയങ്കര കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന, ഭയങ്കര ഭീകരത ഉള്ള, കുറച്ചിങ്ങനെ വൾഗറായിട്ടുള്ളൊരു വൾഗർ ഇൻ ദ സെൻസ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പല്ലക്കൊന്നി സുന്ദരനും സുന്ദരികളുമായിട്ടുള്ള പ്രേതങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകളുടെ മനസ്സിലും പ്രേതം എന്ന് പറയുമ്പോൾ ഭീകരമായ രൂപമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ചുറ്റും ഇരിക്കുന്ന ആൾ, ആ കൂട്ടത്തിലുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെ കാണാൻ പ്രേതത്തിനെ പോലെ, നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൽ ആരാവും പ്രേതം, ഇവനായി പ്രേതത്തിനായി വന്ന് പേടിക്കൂലോ എന്നൊക്കെ പറയുമ്പോൾ അയാളെ ബോഡി വെച്ചാൽ അയാളെ ലുക്സ് വെച്ച് അയാൾ ഷെയിം ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് സൗബിന് കർമ്മയാന്ന് പറയുന്നവരോട് ഏത് പേജ് പറഞ്ഞാലും ഞാൻ എന്താ പറയുക, എനിക്ക് ആ കർമ്മ ഓക്കെ തിരിച്ച് കിട്ടി, ആ ഒരു സാധനം കിട്ടുമല്ലോ, അത് കിട്ടിയെന്നേ ഞാൻ പറയൂ. കാരണം എനിക്കങ്ങനെ തോന്നിയത്. കാരണം അന്ന് എനിക്കത് കോണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അറിയാം മോശമായിപ്പോയി ആ പറഞ്ഞു സൗബിൻ. ഓക്കെ, പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പം പറഞ്ഞതിന് ഒരാൾ തിരിച്ച് കിട്ടണം, നിനക്കാ പറഞ്ഞ് ആര് ബോഡി ഷെയ്മിങ് ചെയ്താലും അല്ലെങ്കിൽ ആരെ പറഞ്ഞാലും മോശമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റ് സ്പേസിൽ ഇപ്പം ഞാൻ പറ്റ നന്മമരോ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യാത്തതോ അല്ലെങ്കിൽ അങ്ങനെ പറയാത്ത ഒരാളായിട്ടൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്, മാറുന്നുണ്ട്. എന്നാലും ചില ടൈമിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലതൊക്കെ വായന്ന് വന്ന് വീട് പോവും. പക്ഷെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിനകത്ത് അല്ലെങ്കിൽ ഒരു മീഡിയനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് കുറയ്ക്കാൻ ശ്രമിക്കുക. എന്നാലും കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഫണ്ണായിട്ട് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്നാലും ശ്രമിക്കുക, അത്രേ പറയാൻ പറ്റൂ. ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട്, ഇതുകൊണ്ട് അവിടുന്ന് രജനീകാന്തിൻ്റെ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണെങ്കിലും ഏത് ആസ്പെക്റ്റാണ്. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുക, രജനീകാന്ത് എന്താണെങ്കിലും ഓബിയസ് ഇത് കണ്ടു കാണില്ലല്ലോ. ഇത് രജനീകാന്ത് കാണാൻ ഒരു വഴിയില്ല. മേ ബി ഒരു കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കിട്ടിയതുകൊണ്ട് വേറെ കിട്ടണമെന്നുമില്ല. ബട്ട് അയാളിത് പറഞ്ഞപ്പോൾ ആ പോയിന്റ് ചിലപ്പോൾ ആ പയ്യനത് ഹേർട്ടായിട്ടുണ്ടാവും. കർമ്മ എന്നുള്ള സാധനം, കർമ്മ അങ്ങനെയാണല്ലോ, കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ, വന്നതായിരിക്കാം. പക്ഷെ എങ്ങനെ വന്നാലും എന്ത് ചെയ്താലും ഒരാളെ ബോഡി, നിറം, ബാക്കി പരിപാടികളൊക്കെ വെച്ചിട്ട് പറയുന്നത് മോശമാണ്. അതിന് വലിയ രജനീകാന്ത് പറഞ്ഞാലും സൗബിൻ പറഞ്ഞാലും അത് എൻ്റർടൈൻ ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഫോർവേഡ് തിങ്കിങ് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലെവലപ്പിൽ ജീവിക്കുന്ന, ഒരു എബോവ് എന്താ പറയുക ആവറേജ് ലിവിങ് സ്റ്റൈൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നേ ഞാൻ പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ എന്തായാലും കൂലി ഇറങ്ങട്ടെ. കൂലി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും തലവരെ കാണണം, സൗബിനെ കാണണം. ലൊക്കേഷൻ്റെ മേക്കിംഗ്, ആഹാ, ലിയോ കഴിഞ്ഞിട്ട് എത്ര വെയിറ്റ് ചെയ്തു. ഇനി ഇത് LCU ആണോ എന്ന് അറിയണം. ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക, ലിയോൻ്റെ സമയത്ത് ഞാനൊരു മാസം സിനിമ ഇറങ്ങണതിന് മുന്നേ അതിൻ്റെ പിന്നാലെ ഓടി. ഡീകോഡിങ്, മറ്റത് മറച്ചത്, ഭയങ്കര ഹൈപ്പിൽ, ഇങ്ങനെ അൾട്രാ ഹൈപ്പിലായിരുന്നു. കൂലിൻ്റെ സാധനം ഞാൻ വരും നോക്കും അവിടെ വയ്ക്കും, വരും നോക്കും അവിടെ വയ്ക്കും. ട്രെയിലറാണെങ്കിലും ഞാൻ ഒന്ന് നോക്കി അവിടെ വെച്ചു. ഇപ്പോൾ ഇതാണെങ്കിലും ഞാൻ കണ്ടു അവിടെ വെച്ചു. ഒരു എക്സ്ട്രാ ഹൈപ്പ് തലയിൽ വെക്കുന്നില്ല. ഹൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് അതിനോടൊരു ഇതുണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കൂടുതൽ സാധനം ഞാൻ അടുത്ത് തലയിൽ വെക്കുന്നില്ല. കാരണം കഴിഞ്ഞ വട്ടം തന്നെ എനിക്ക് ആ ഒരു എക്സ്ട്രാ ഡോസിൻ്റെ സംഗതി ലിയോ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഓവർ ഹൈപ്പിൽ നിന്ന് പടം കാണുമ്പോൾ ഒരു ബേർഡൻ ഉണ്ടല്ലോ, ഒരു ബാഗേജ് ഉണ്ട്, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ തലയിൽ കയറും. പക്ഷേ അതില്ലാതെ തിയേറ്ററിൽ പോകണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പിടിക്കാതിരുന്നത്. സോ ലെറ്റ്സ് സീ. നാളെ War 2 ഉണ്ട്, ഒളിയും.